നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഈ ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണല്ലോ. ഇപ്പം നേരത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഈ പല സ്ഥലത്തും ഈ തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ തുരങ്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴിവെക്കുന്ന ഒന്നായിട്ടല്ല പൊതുവെ ലോകം കണ്ടിട്ടുള്ളത്. അത് പഠന വിഷയമാണ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് 2 വട്ടം ചിന്തിക്കണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായ പ്രദേശങ്ങളിലാണ് കേരളം നിൽക്കുന്നത്. പശ്ചിമഘട്ടം ലോലമാണ്, ഭൂമിക്ക് എല്ലാം താങ്ങാൻ കഴിവില്ല. അത് പ്രകൃതി പലവട്ടം നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചുരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം ഉണ്ടായ സംഭവങ്ങൾ. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ തുരങ്കപ്പാതയെപ്പറ്റി ശാസ്ത്രീയമായ പഠനം വേണമെന്നാണ് CPI പറയുന്നത്. നമസ്കാരം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാത ചർച്ചയാവുകയാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുരങ്കപാതയിൽ പുനരാലോചന വേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെയാണ് പറഞ്ഞത്. എന്നാൽ തുരങ്കം ഉരുൾപൊട്ടലിന് കാരണമാകുമോ എന്ന് പഠിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എതിർപ്പുമായി CPI ഇന്ന് രംഗത്തെത്തിയതോടെ വിഷയത്തിൽ സർക്കാരിലെ ഭിന്നത കൂടി മറ നീക്കി പുറത്തുവരികയാണ്. നിലവിൽ ദുരന്തമുണ്ടായ മേഖലയിലെ മല തുരന്ന് നിർമ്മിക്കുന്ന ദുരന്തത്തിനിരയായ മേഖലകളിലൂടെ കടന്നു പോകുന്ന പാതയിൽ എതിർപ്പുമായി പരിസ്ഥിതി സംഘടനകൾ അടക്കം എത്തിയിട്ടുണ്ട്. പൊതുവെ ദുർബലമായ പശ്ചിമഘട്ട മേഖല, ഇതിനോടകം തന്നെ 400-ലധികം പേരുടെ ജീവനെടുത്ത ദുരന്തത്തിനിരയായി നിൽക്കുന്ന ഇടം. പക്ഷെ ഗുണങ്ങൾ എണ്ണിപ്പറയാൻ ഏറെയുണ്ട്. എങ്കിലും ഈ ദുരന്ത മേഖലയ്ക്ക് ഇനിയൊരു തുരങ്കപാത കൂടി താങ്ങാൻ പ്രാപ്തിയുണ്ടോ? തുരങ്കപാത അനിവാര്യമാണോ? ന്യൂസ് ഈവനിംഗ് ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. നമുക്കൊപ്പം അതിഥികളായി കൽപ്പറ്റ മുൻ MLA ശ്രീ CK ശശീന്ദ്രൻ, ഷംഷാദ് മരക്കാർ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ N ബാദുഷ പരിസ്ഥിതി പ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ CK ശശീന്ദ്രൻ, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി തുരങ്കപാതയെ ബന്ധപ്പെടുത്തേണ്ട, തുരങ്കപാതകൾ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുമോ എന്നത് പഠിക്കണം, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയെങ്കിലും തുരങ്കപാതകൾ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടെ ഇത് ഉരുൾപൊട്ടലിന് കാരണമാകുമോ എന്നത് പഠിക്കേണ്ടതാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പറയുന്നു. നമുക്കുണ്ടായൊരു ദുരന്തം എത്ര വലുതാണ് എന്നത് നമ്മളത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയല്ലേ? അപ്പോൾ അത് CPIയുടെ കൃത്യമായ നിലപാട് ഇന്ന് അവർ പറയുന്നു. പശ്ചിമഘട്ട മേഖല എത്രത്തോളം ലോലമാണ്, അവിടെ ഇനിയും വികസന പ്രവർത്തനം നടത്തുമ്പോൾ 2 വട്ടം കൂടി ആലോചിക്കണം എന്ന് പറയുകയാണ്. ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് പറയുന്നു എന്ന് തന്നെ നമുക്കതിനെ പറയേണ്ടി വരും. അപ്പോൾ ഇത് സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയൊരു നിലപാടിലേക്ക് കടക്കുന്നു? അതും വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ അത് നമുക്ക് പിന്നീട് പരിശോധിച്ച് പറയാമെന്ന് പോലും പറയാതെ അത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതില്ല, അതുമായി മുന്നോട്ട് പോകുമെന്ന് പരോക്ഷമായി മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം എന്താണ്? താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ്? താങ്കൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കൂടി വ്യക്തമായ കാര്യങ്ങൾ അറിയുന്ന ആൾ കൂടിയാണല്ലോ. ശ്രീ CK ശശീന്ദ്രൻ. വയനാട് തുരങ്കപാതയെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരാശയമല്ല. കഴിഞ്ഞ 5-6 വർഷങ്ങളായി അത് സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളും അത് സംബന്ധിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പരസ്പര ചർച്ചകളും കത്തിടപാടുകളുമെല്ലാം നടന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിലും കോഴിക്കോട് ജില്ലയിലും സാമൂഹ്യാഘാത പഠനം ഉൾപ്പെടെ നടന്നിരുന്നു. അതിനുശേഷമുള്ള ചില നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിൻ്റെ അന്തിമ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലാണ് നമ്മളെല്ലാം വേദനിപ്പിച്ച, നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ടാക്കിയ, ഭയാനകമായതും ഉത്കണ്ഠ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ഗവൺമെൻറ്, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിസ്ഥിതി സൗഹൃദ വികസനമാണ് അംഗീകരിച്ചിരിക്കുന്നത്. കേവല വികസനം മാത്രമെന്ന കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ കേരളത്തിലെ ജനങ്ങളോട് മുമ്പാകെ സംശയത്തിനിടയില്ലാത്ത രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണത്. അതോടൊപ്പം തന്നെ പരിസ്ഥിതിയും വേണം. ഇതിന് രണ്ടിനെയും സമന്വയിപ്പിക്കണം. രണ്ടും നമ്മുടെ നാടിന് ആവശ്യമാണ്. വികസനം വേണ്ട എന്ന കാഴ്ചപ്പാട് ഒരിക്കലും നമുക്കില്ല.
പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാടുള്ള പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ ജനങ്ങളുടെ ജീവിതവും മറ്റു കാര്യങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വയനാട് സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ്. എത്രയോ ബദൽ പാതകൾക്കുള്ള ആവശ്യം വയനാട്ടിലെ ജനങ്ങൾ അതിശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയൊരു ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ സാധ്യതകൾ വയനാട് വയനാട് അതിൻ്റെ സാധ്യതകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയും കൂടെ എല്ലാം ഭാഗമായിട്ടാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ വയനാട് തുരങ്കപാത, ആനക്കാമ്പയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരികയും അത് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും കിഫ്ബിയിൽ പണം വകയിരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ സാമൂഹ്യാഘാത പഠനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞല്ലോ, ഈ പദ്ധതി ഉപേക്ഷിക്കുകയല്ല, ഇതിൻ്റെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള സാധ്യതയുണ്ടോ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് പരിശോധിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാണ്, തയ്യാറാണ്. അതുതന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് സഹാബ് ബിനോയ് വിശ്വവും ഈ ആശങ്കകൾ പരിഹരിക്കണം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയുടെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു കാര്യങ്ങളും കൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്ന് മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബദൽ റോഡുകളെ സംബന്ധിച്ചുള്ള നിരവധി ചർച്ചകൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമാത്രമല്ല, ഒട്ടേറെ ബദൽ റോഡുകളുണ്ട്. എല്ലാ ബദൽ റോഡുകളും ഇടപെടുകയാണ് ശ്രീ CK ശശീന്ദ്രൻ. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് പഠിക്കണം എന്നാണ്. നേരത്തെയും ഈ താങ്കൾ പറഞ്ഞതുപോലെ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്ന പല സ്ഥലങ്ങളിലും തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതൊന്നും ദുരന്തമുണ്ടാക്കുന്നു എന്ന് ലോകത്തൊരിടത്തും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ മറ്റ് സ്ഥലത്ത് തുരങ്കങ്ങളുണ്ട്, അത് ദുരന്ത കാരണമാകുന്നില്ല എന്ന് പറയുന്നത് പോലെയാണോ വയനാട്? താങ്കൾക്കത് വളരെ കൃത്യമായി അറിയാവുന്നതല്ലേ? മാത്രമല്ല, ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്, അതും താങ്കൾ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ വികസനം വേണം, പരിസ്ഥിതി സൗഹൃദ വികസനം വേണമെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മനുഷ്യർ കൂടി ബാക്കി വേണ്ടേ ശ്രീ CK ശശീന്ദ്രൻ? തീർച്ചയായിട്ടും മനുഷ്യർ ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി, മനുഷ്യരില്ലാത്തതല്ല പരിസ്ഥിതി. വനവും മറ്റു കാര്യങ്ങളും മാത്രമല്ല, മനുഷ്യരുടെ കൂടെ ജീവിതവും മനുഷ്യരുടെയും കൂടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മനുഷ്യരില്ലാത്തൊരു ലോകത്തെക്കുറിച്ച്, മനുഷ്യരില്ലാത്തൊരു വയനാടിനെക്കുറിച്ച് സങ്കല്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വയനാടിൻ്റെ ഏത് ഭാഗത്താണ് പരിസ്ഥിതി കാര്യങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാവുന്ന പ്രശ്നങ്ങളുള്ളത്? അപ്പോൾ അതിനോട് ഇണങ്ങിച്ചേർന്ന് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? ഇതിനെ എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക? അതാണ് ആധുനിക ലോകവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളും കൂടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ എത്രയോ കാലമായിട്ട് നമ്മൾ ഉണ്ടാക്കി, ഇപ്പോൾ അതിലുള്ള തീവണ്ടികൾ കടന്നു പോകുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ആഘാതത്തെക്കുറിച്ചൊക്കെ അന്നും ഇതുപോലെയുള്ള വലിയ ചർച്ചകൾ നടന്നിരുന്നു. വലിയ രീതിയിലുള്ള സംശയങ്ങളൊന്നും ഇന്നത്തെ രീതിയിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനലുകളൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ ചർച്ച നടന്നില്ലെങ്കിലും അന്ന് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആശങ്ക പുറപ്പെടുവിച്ചിരുന്നു. ആ ആശങ്കയെ തള്ളിക്കളയല്ല ചെയ്തിരുന്നത്. അതിനെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ജീവിക്കുക. ഇപ്പോൾ ചൂരൽമല പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലൊന്നാണ്. അവിടെ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മാറാൻ കഴിയുമോ? അതുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി കഴിയുക എന്നതുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവിടെ അവരെ നിർബന്ധിച്ച് അങ്ങോട്ട് ബലം പ്രയോഗിച്ച് അയക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്, പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ആ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചൂരൽമലയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഇനി താമസിക്കാൻ പറ്റുമോ എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മാറ്റേണ്ടി വരും. ഇവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ചിട്ട് അങ്ങനെ വല്ല സാധ്യത നിലവിൽ ഈ പാത കടന്നു പോകുന്നത് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാത അങ്ങനെയാണല്ലോ അല്ലേ? ഇതിൽ ഈ കള്ളാടി അല്ലെങ്കിൽ മേപ്പാടി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തത്തിനിരയായ മേഖലയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ടിലൂടെ ഇത് ഏത് തരത്തിലേക്കാണ് സാധ്യമാവുക എന്നുള്ളത് വലിയൊരു വിഷയമല്ലേ ശ്രീ CK ശശീന്ദ്രൻ? അത് അവിടുത്തെ ജനങ്ങളെ ഏത് തരത്തിലേക്കാണ് ബാധിക്കുക? വീണ്ടും മല തുറക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ആശങ്കയല്ലേ? ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അല്ലെങ്കിൽ വകുപ്പ് ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തിന് മുമ്പ് തന്നെ 2019 പുത്തുമലയിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. 1984 മുണ്ടക്കയിൽ ദുരന്തമുണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 60-ലാണെന്ന് തോന്നുന്നു ചെമ്പ്രയിൽ വലിയ രീതിയിലുള്ള ഇതിൻ്റെ മറുവശത്ത് വലിയ ദുരന്തമുണ്ടായിട്ടുണ്ട്. ആ ദുരന്തമെല്ലാം ഉണ്ടായ ശേഷമാണല്ലോ വനം പരിസ്ഥിതി മന്ത്രാലയം അത് സംബന്ധിച്ചിട്ടുള്ള ക്ലിയറൻസ് മുന്നോട്ട് പോകാമെന്നുള്ള പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അവരുടെ പഠനത്തിന് വിധേയമായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? ഇവിടെ വിഷയം
ഈ ഒരു പ്രത്യേകത സവിശേഷതയുണ്ട്. കാരണം അടിയന്തര ശ്രദ്ധ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ചൂരൽമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആശങ്കയും ഉത്കണ്ഠയും എല്ലാം നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിനോയ് വിശ്വം പറഞ്ഞ ശേഷം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടോ എന്നത് പരിശോധിക്കാവുന്നതാണ്. അതിന് ഞങ്ങൾ പരിശോധിക്കില്ല എന്നുള്ള നിലയല്ലല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. അന്തിമമായിട്ടുള്ള ഈ തീരുമാനങ്ങൾ തുരങ്കപാതയുടെ കാര്യത്തിൽ ഒരു പുനരാലോചന വേണ്ടതുണ്ടോ അല്ലെങ്കിൽ വേണ്ടതുണ്ട്, നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ളിടത്താണ് നമുക്കൊരു സംശയം ഉയർന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. പറയൂ. എന്നോട് തന്നെയാ? അതെ, താങ്കൾ പറയൂ, പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, അത് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു. വീണ്ടും നിങ്ങളുടെ സംശയമാണ് നിങ്ങൾ പറയുന്നത്. ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സാധാരണഗതിയിൽ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. അത് കേരളത്തിലെ ഗവൺമെൻറ് പദ്ധതിയാണ്. ഗവൺമെൻറ് പദ്ധതി എന്ന നിലക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുള്ള പദ്ധതിയാണ്. പ്രകടനപത്രയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള നയത്തിൻ്റെ ഭാഗമാണ്. പ്രകടനപത്രയിൽ വികസനവും പരിസ്ഥിതിയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയമാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ സംഭവം നമുക്ക് പുതിയ കാര്യം നമ്മുടെ മുമ്പാകെ ഉയർന്നു വന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമാണ്. നമ്മളെല്ലാവരെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണത്. ആ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരു കാര്യം പറഞ്ഞു, ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതയുണ്ടോ, അത് നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞല്ലോ. അതിനെന്താ വിഷയം? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ശംഷാദ് മരക്കാർ, ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇപ്പോൾ CPI ഇതിൻ്റെ കൃത്യമായ നിലപാട് പറയുന്നു. മുഖ്യമന്ത്രിയും അദ്ദേഹം എന്താണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ഈ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇരട്ട തുരങ്കപാത, അതിന് നമുക്ക് ഗുണഗണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. നിലവിലുള്ള വയനാട് ചുരം അത് ഏത് തരത്തിലേക്കാണ് പല സമയത്തും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ഗതാഗത കുരുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഫലം ലഭിക്കാത്ത തരത്തിലേക്ക് കൂടുതൽ സമയമെടുത്തുള്ള യാത്ര, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, കൂടാതെ ടൂറിസം, വ്യവസായം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മളിങ്ങനെ എണ്ണി പറയുകയാണ്. ഈ ഇരട്ട തുരങ്കപാത വരുമ്പോൾ തീർച്ചയായും വികസനം വേണം, നമുക്ക് അതില്ലാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ ഇതിലൊരു ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും വികസനം ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ആ വികസനത്തിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ആദ്യം ആ പ്രദേശത്തെ ജനങ്ങളാണ്. അപ്പോൾ ഒരു ജനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വികസനം കൊണ്ടുവരുന്നത്. അതിൽ നിന്നും റോഡുകളും പാലങ്ങളും തുരങ്കപാതയൊക്കെ ജനത്തിന് വേണ്ടിയാണല്ലോ. ഇപ്പം നിലവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായതിനു ശേഷം നമ്മുടെ പ്രദേശത്തെ ആളുകളുടെ ആകാംക്ഷയും അവരുടെ ഭയവും മഴയാണ്. അപ്പോൾ ആ ഭയമുള്ള സ്ഥലത്ത് നമ്മളൊരു തുരങ്കപാത മുന്നേ പ്രഖ്യാപിച്ചതാണ്, അതിൻ്റെ തറക്കല്ലിടലൊക്കെ നടത്തിയതുമാണ്. പക്ഷെ അന്നില്ലാത്തൊരാശങ്ക ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചിലപ്പോൾ അതിനോട് അന്ന് ഒരു വികസനം എന്നുള്ള രീതിയിൽ യോജിച്ച പലർക്കും ചില വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് ഈ മുണ്ടക്കൈയിൽ ഉണ്ടാകുമെന്ന് ഒരു പ്രഡിക്റ്റും നമ്മൾ ചെയ്തിട്ടില്ല. ആർക്കും അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. അത് ഒരിക്കലും നമ്മൾ ബാധിക്കില്ല എന്നും നമ്മളുടെ പല റിപ്പോർട്ടുകളിലും വളരെ സേഫായിരുന്നു എന്ന് പറയുന്ന ചൂരൽമലയിൽ പോലും അതിൻ്റെ ആഘാതം ഉണ്ടായൊരു സ്ഥലമാണ്. മുണ്ടക്കൈയും പുഞ്ചിരിമലയും ഒരു പ്രോൺ ഏരിയ ആണെങ്കിലും ചൂരൽമല സ്കൂൾ റോഡിൻ്റെ ഭാഗം അത്ര വലിയ പ്രോൺ ഏരിയ അല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി നമുക്ക് സംഭവിച്ചത് ഈ ചൂരൽമല സ്കൂൾ റോഡിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. അതിന് തൊട്ടടുത്താണ് പുത്തുമല. പുത്തുമല ഒരു ദുരന്തം ഉണ്ടായതാണ് കഴിഞ്ഞ ദിവസം. നമ്മൾ അവിടെ ശവടക്ക് നടക്കുന്ന സമയത്ത് പെയ്തൊരു മഴയിൽ അവിടെ നിന്ന് ആളുകൾ ഓടി മാറേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നെ അവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അതിന് തൊട്ടടുത്താണ് കള്ളാടിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായ മഴ പെയ്തു എന്ന് രേഖപ്പെടുത്തുന്നത്. അതിന് തൊട്ടടുത്താണ് ഈ തുരങ്കപാതയുടെ തുടക്കം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരേ ബെൽറ്റിലാണ് മുണ്ടക്കൈ, ചൂരൽമല, പുത്തുമല, കള്ളാടി, ഈ തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിനകത്തൊരു പുനർചിന്തനം ആവശ്യമാണ്. വികസനം എന്ന് പറയുന്നത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ചുരം ബദൽ പാതയാണ്, അല്ലെങ്കിൽ ചുരത്തിൻ്റെ ട്രാഫിക്കിൻ്റെ പ്രയാസം പരിഹരിക്കാനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പടിഞ്ഞാറത്തറയിലെ പൂഴിത്തോട് ബദൽ റോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കവിടെ ഉണ്ട്. ഇത്രയും തുക നമുക്ക് ഒരിക്കലും ചെലവ് ചെയ്യേണ്ടാത്ത, അതിന് നിയമ തടസ്സങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങളുണ്ട്. അത് മാറ്റാനുള്ള ശ്രമം എല്ലാവരും ചേർന്ന് വയനാട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു പോസിബിലിറ്റിയാണ് ഒന്ന്.
ചുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അതായത് ചുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് വളവുകളിലൊക്കെ ഫോറസ്റ്റ് ഭൂമി വിട്ട് തന്നിട്ട് അതുപോലും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും നമുക്ക് ചെയ്യാം. കാരണം 2 രീതിയിൽ ദേശീയപാത ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ലക്കിടി ടു കൊല്ലകൽ മുത്തങ്ങ വഴി പോകുന്നൊരു നിർമ്മാണ പ്രവർത്തനം വരുന്നുണ്ട്. പുതുപ്പാടി വരെ അല്ലെങ്കിൽ അടിവാരം വരെയുള്ള ഒരു റീച്ചും ഉണ്ട്. അതിനിടയിൽ ചുരം മാത്രമാണ് വീതി കൂട്ടാതിരിക്കുക. പക്ഷെ അവിടെ ഒരു 2ഓ 3ഓ വളവിൽ വീതി കൂട്ടാനുള്ള അനുമതി നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്രയോറിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ട്രാഫിക്കിംഗ് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തുരങ്കപാതയിൽ ഇപ്പോൾ ഉള്ള ആശങ്ക എന്ന് പറയുന്നത് അത് ഒരു വികസനം വരണ്ട എന്നുള്ളതല്ല, ജനത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്നുള്ള തരത്തിലൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. ഈ ആശങ്ക പരിഹരിക്കുമെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന് പഠനം നടത്തും എന്നാണ് പറയുന്നത് എന്നുള്ളതാണ്. വയനാട് ജില്ലയിൽ എല്ലാ പഠനത്തിലും ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള ജില്ലയിൽ ഒന്നാണ് വയനാട്. അതിലൊരു തർക്കവും ആർക്കും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ പഠനത്തിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ആളുകളാണ് വയനാട്. ഈ പ്രദേശവും അതിൻ്റെ ഒരു ഏരിയയാണ്. അപ്പൊ അവിടെ നമ്മളൊരു തുരങ്കപാത നിർമ്മിക്കണമോ എന്നുള്ളത് സർക്കാർ ഒന്നും കൂടി പുനരാലോചിക്കേണ്ട ആവശ്യം ഉറപ്പായും ഉണ്ട്. അത് ഇവിടുത്തെ ആളുകൾക്കും ആ അഭിപ്രായമുണ്ട് എന്നുള്ളത് ഞാൻ ഇന്ന് കുറച്ച് ആളുകളോട് സംസാരിച്ചു. അവർക്കും ഈ ഒരു പ്രയാസം അവരും പറയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഒരേ ടെറിട്ടറിയിൽ ഉരുൾപൊട്ടൽ നടക്കുകയും അതിനടുത്തൊരു തുരങ്കപാത കൂടെ വളരെ സമീപത്ത് വരികയും ചെയ്യുന്നുണ്ടാവുന്നുള്ള പ്രയാസത്തെക്കുറിച്ചും അവർക്കും ആശങ്കയുണ്ട്. സർക്കാർ ഇതൊരു പുനരാലോചന നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം. അതാണ് താങ്കളുടെ നിലപാട്. ഞാൻ ശ്രീ എൻ ബാദുഷയിലേക്ക് പോകുന്നു. ശ്രീ ബാദുഷ, ഇപ്പോൾ ശ്രീ ശശീന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് കൃത്യമായ പഠനമൊക്കെ നടത്തി, പരിസ്ഥിതി ആഘാത പഠനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഇതിന് കേന്ദ്രം അനുമതി നൽകുകയാണല്ലോ ഉണ്ടായത്. പക്ഷേ അത് കുറച്ച് വർഷം മുൻപാണ്. അതിനു മുൻപ് നടന്നിട്ടുള്ള ദുരന്തങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു അനുമതി നൽകിയത് എന്നത് അദ്ദേഹം എടുത്തു പറയുകയാണ്. അപ്പോൾ അത്തരം ഒരു വികസനത്തിലേക്ക് പോകുന്നതിൽ കുഴപ്പമില്ല എന്നല്ലേ അതിനർത്ഥം? ആ ഗ്രീൻ സിഗ്നൽ കൊണ്ട് അർത്ഥമാക്കുന്നത് അതല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. താങ്കൾ യോജിക്കുന്നുണ്ടോ? മാത്രമല്ല, എനിക്കറിയാം വയനാട് പരിസ്ഥിതി സംരക്ഷണ സമിതി ഈ വിഷയത്തിലൊക്കെ ഇടപെടുകയും അത് കൃത്യമായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള സംഘടന കൂടിയാണ്. ശ്രീ ശശീന്ദ്രൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തോടുള്ള കേവലമായ യോജിപ്പല്ല. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഇതിൽ കൃത്യമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് വെറുതെ എടുത്തതല്ല, അത് കൃത്യമായ അറിവിന്റെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിലും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള വിദഗ്ധരുടെ കൂടി അഭിപ്രായത്തിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഒന്നാമതായി ശ്രീ മരക്കാരും സഖാവ് ശശീന്ദ്രനും പറഞ്ഞതുപോലെ ഇത് വളരെയധികം പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു മലനിരകളുടെ ഒരു ഭാഗമാണ്. അതിന്റെ ഒരു ഹെർട്ട്ലാൻഡ് എന്ന് വേണേൽ നമുക്ക് പറയാം. വാസ്തവത്തിൽ കാമ്പൽ ഹംപ് പർവ്വത നിരകളുടെ കിഴക്കോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന കിഴക്കോട്ട് സ്ലോപ്പായിട്ടുള്ള ഭാഗത്തിന്റെ തെക്കേ അറ്റമാണ് മുണ്ടക്കൈ. അതേപോലെ തന്നെ നമ്മുടെ ചേമ്പ്ര പീക്ക് അതിന്റെ വടക്കേ അറ്റമാണ്. അതിന്റെ ഏതാണ്ട് മധ്യത്തിലായി വരുന്ന ഈ പ്രദേശം വളരെയധികം സൂക്ഷിച്ച് മനുഷ്യൻ കൈകാര്യം ചെയ്യേണ്ട പ്രദേശമാണ്. ഇവിടെയുള്ളതായ മഴയുടെ അളവ്, ഇപ്പോ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടുള്ള മേഘസ്ഫോടനം പോലുള്ളതായ സംഭവങ്ങൾ, ഇതൊക്കെ കിഴക്കൻ സ്ലോപ്പിനെ ബാധിക്കുമ്പോൾ തന്നെ ഇതിന്റെ പടിഞ്ഞാറൻ സ്ലോപ്പിനെ പറ്റി നിങ്ങൾ എടുക്കൂ. ഇത് പോകുന്ന ആനക്കാമ്പൊയിൽ പ്രദേശത്ത് അവസ്ഥ എന്താണ്? ഇന്നിപ്പോ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നടക്കുന്ന ഒരു കരിമ്പ് റിസോർട്ടിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്തു തന്നു. അവിടെ പടിഞ്ഞാറൻ ചെലവിലുള്ള ആനക്കാമ്പൊയിൽ ഭാഗത്ത് മണ്ണേ ഇല്ല, വെറും പാറ കൂമ്പാരങ്ങളാണ്. നല്ല പൊട്ടാൻ തയ്യാറായി റെഡിയായി നിൽക്കുകയാണ് ആ പ്രദേശം. അപ്പൊ ഇങ്ങനെയുള്ളതായ സെൻസിറ്റീവ് ആയിട്ടുള്ളതായ ഒരു പ്രദേശത്ത് കൂടി ഇങ്ങനെ ഒരു തുരങ്കപാത പോകുന്നത് അത്ര അനിവാര്യമായ ഒരു വികസന പ്രവർത്തനമല്ല. ഇതൊരു വികസന പ്രവർത്തനമാണ് എന്നുള്ള വാദത്തെ തന്നെ ഞാൻ ഖണ്ഡിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത്. അത് കേവലമായ ഖണ്ഡനമല്ല.
ഇതിനു മുമ്പ് അല്ല, അതെന്തുകൊണ്ടാണ് സൂചിപ്പിച്ചതുപോലെ ശ്രീ ജനങ്ങൾക്ക് ബാദുഷ ഇപ്പോൾ ഇത് വികസന പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതല്ല എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊന്ന്, അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട്, യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ താമരശ്ശേരി ചുരത്തിന് ബദലായുള്ളത് ഈ കോഴിക്കോട് വയനാടിനെ ബന്ധിപ്പിക്കുന്നത്, കൂടാതെ മലപ്പുറത്തെയും വയനാടിനെ ആയി വളരെ വേഗം ബന്ധിപ്പിക്കുന്നു. കൂടാതെ ദൂരം കുറയ്ക്കുന്ന തരത്തിലേക്ക് ആനക്കാംപൊയിൽ മേപ്പാടി ദൂരം 42-ൽ നിന്ന് 20 കിലോമീറ്റർ താഴെയായി കുറയ്ക്കും. കൊച്ചി ബംഗളൂരു ദൂരം കുറയ്ക്കും. കൂടാതെ സാമ്പത്തിക വളർച്ച, വികസനം, ടൂറിസം, ഇങ്ങനെ കുറേയുണ്ട്. മൈസൂരു ബംഗളൂരുവൊക്കെയായി കൂടുതൽ ഒരു ബിസിനസ് ബന്ധം സ്ഥാപിക്കാനൊക്കെ പറ്റും. ചരക്ക് ഗതാഗതം സുഗമമാക്കും കർണാടകയിൽ നിന്ന്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യാവസായികം, ടൂറിസം, ഇങ്ങനെ കുറേ സാധ്യതകൾ. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾ ഈ ആശുപത്രിയിലേക്കും ഒക്കെ പോകുന്ന ഈ വയനാട് താമരശ്ശേരി ചുരം എന്നുള്ളത് എൻ്റെ നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ തന്നെ പലപ്പോഴും വാർത്തയിലൊക്കെ പല ദിവസങ്ങളിലും കൊടുക്കാറുണ്ട്. രൂക്ഷമായ ഗതാഗത തടസ്സം. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു അപകടമുണ്ടായാൽ, മണ്ണിടിച്ചിലുണ്ടായാൽ, കനത്ത മഴ പെയ്താൽ ഇതൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവായി ഒരു വികസനം എന്നൊരു കാഴ്ചപ്പാട് കൂടി നമുക്ക് വേണ്ടതല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത് വികസനത്തിന് വഴിവെക്കുന്നതാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ ഗുണമുണ്ടാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ താങ്കൾ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ബാദുഷ? വയനാട്ടിലെ ആദിമ നിവാസികളുടെയും തോട്ടം തൊഴിലാളികളുടെയും 85% വരുന്ന കർഷകരുടെയും വികസനമാണ് വികസനമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവർക്കൊന്നും ഇതൊരു യാതൊരു ഗുണവും ചെയ്യില്ല. ഇതിന്റെ ലക്ഷ്യമായി പറയുന്നത് 3 എണ്ണമാണ്. 1 ഇന്റർസ്റ്റേറ്റ് ചരക്ക് നീക്കം, 2 ടൂറിസം വികസനം, 3 വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതം. വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തെ പറ്റി സംസ്ഥാന മരക്കാർ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. വാസ്തവത്തിൽ വയനാട്ടിലേക്കുള്ളതായ ഇന്നത്തെ യാത്രാ ദുരിതം, ഞാൻ ചോദിക്കട്ടെ, ഈ തുരങ്കം വന്നു എന്ന് വെക്കുക. നമുക്കറിയാം, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ തറക്കല്ലിട്ട തുരങ്കം 15 കൊല്ലമായി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോഴുള്ള മോഡി അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ആരാണ് നിർമ്മിച്ചത്? ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ടെക്നോളജി കൈവശമുള്ള ഇന്ത്യൻ മിലിറ്ററിയാണ്. 15 കൊല്ലം എടുത്തു. നമ്മുടെ കുതിരാൻ തുരങ്കത്തിന്റെ കഥ നിങ്ങൾക്കറിയാം. എത്ര കൊല്ലമായി അത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ ഈ തുരങ്കം തുടങ്ങിയാൽ തന്നെ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തിനിടയിൽ ഈ തുരങ്കം പൂർത്തിയാകാൻ പോകുന്നില്ല എന്നുള്ളത് സഖാവ് ശശീന്ദ്രനും എല്ലാവരും അംഗീകരിക്കും. 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ വയനാട്ടിന്റെ യാത്രാ ദുരിതം തീർന്നാൽ മതി. വയനാടിന്റെ യാത്രാ ദുരിതം ഇതിന് ചെലവഴിക്കാൻ വെച്ചിട്ടുള്ളതായ 250 കോടിയിൽ 500 കോടി ചെലവഴിച്ചാൽ വെറും 2 കൊല്ലം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വയനാട്ടിലേക്ക് 5 ചുരം റോഡുകളുണ്ട്. 5 ചുരം റോഡുകളുണ്ട്. നാടുകാണി ചുരം, താമരശ്ശേരി ചുരം, പക്രംതളം ചുരം, പേരിയ ചുരം, ബോയ്സ് ടൗൺ ചുരം. ഈ 5 റോഡുകളും മോഡറൈസ് ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്താൽ വരുന്ന 25 വർഷത്തേക്ക് ഒരുവിധ യാത്രാ ദുരിതങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, മരക്കാര് പറഞ്ഞ് പക്രംതളം, അതായത് കുറ്റ്യാടി വഴിയുള്ളതായ റോഡ്, അത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ വനമൂല പദ്ധതിയിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ റോഡ് വികസിപ്പിക്കാൻ ഒരു നിയമ തടസ്സമില്ല. അവിടെ ഫോറസ്റ്റ് ഇല്ല. ഫോറസ്റ്റ് ഇല്ല എന്ന് ഞാൻ ഫോറസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ റോഡിന്റെ ഒരു വശത്ത് മാത്രമേ 1 കിലോമീറ്റർ നീളത്തിൽ വനമുള്ളൂ. അതിന്റെ മറുവശത്ത് ലാൻഡ് അക്വയർ ചെയ്ത് വളരെ പെട്ടെന്ന് എടുക്കാവുന്ന, അവിടെ കാര്യമായ വളവും തിരിവുള്ള റോഡല്ല അത്. മാത്രമല്ല, അത് കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും ഏതാണ്ട് വളരെ ഹാർട്ട്ലാൻഡായ പ്രദേശത്തേക്കാണ് ഈ റോഡ് ചെല്ലുന്നത്. അത് മോഡറൈസ് ചെയ്യുക, അതിനാവശ്യമായ വനഭൂമി വിട്ടുകിട്ടാൻ ശ്രമിക്കുക. വളരെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇന്നും പഠിച്ചു തീരാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയറൻസേ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ സഖാവ് ശശീന്ദ്രനും നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, അതൊരു ആത്യന്തികമായ അനുമതിയല്ല. അത് ഈ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതായ ഒരു സിഗ്നൽ മാത്രമാണ്. അതിന് അവിടത്തെ സംബന്ധിച്ച് അവിടുത്തെ ജിയോ ടെക്നിക്കൽ സർവേ, അവിടുത്തെ വെള്ളം, ഞാൻ ചോദിക്കട്ടെ, 3 ജില്ലകൾക്കുള്ള കുടിവെള്ളത്തിന്റെ സ്രോതസ്സാണത്. സ്ഥിരമായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണത്. ഇതുപോലുള്ള ഒരു പ്രദേശത്ത് കൂടി ഗുഹാമുഖത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഗുഹ ചെല്ലുന്ന മറുവശത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ദുരിതം ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് കൂടി ഈ തുരങ്കപാത പോയാൽ എങ്ങനെയാണ് ടൂറിസത്തെ വികസിപ്പിക്കുക? ടൂറിസത്തിന് ആൾക്കാർക്ക് വരാൻ ചുരം കയറി ചുരത്തിന്റെ വളവും തിരിവും ആസ്വദിച്ച് വരുന്നതാണോ? ഒരു നേരമായിട്ടുള്ള
ഒരു റോഡിലൂടെ വരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി പറയട്ടെ, ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കാം. ഈ ചുരം പാത, ഈ ടണൽ ആരംഭിക്കുന്നത് കള്ളാടിയിൽ 700 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ്. ഈ ചുരത്തിന്റെ ഈ ടണല് അവസാനിക്കുന്ന സ്വർഗംകുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറിപ്പുഴയിൽ കടന്നിട്ടാണ് സ്വർഗംകുന്ന്. ആ സ്വർഗംകുന്ന് 702 മീറ്റർ ഉയരത്തിലാണ്. ഉം. അപ്പൊ 700 മീറ്റർ അകലത്തിലേക്ക് മേപ്പാടിയിൽ നിന്ന് വളവും തിരിഞ്ഞും കഴിഞ്ഞ് അവിടെ എത്തണം. ഇവിടെ മാത്രമല്ല ഈ നിന്നും സ്വർഗം നേരെ കുന്ന് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ വായിച്ചറിഞ്ഞത് ശരിയാണെങ്കിൽ വളരെ ഫ്രജൈൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ സ്വർഗം കുന്നാണ്. അതെ വളരെ പ്രജയിലാണ്. നമ്മള് കണ്ണാടിയേക്കാൾ പ്രജയിലാണ്. അത് 702 മീറ്റർ ഉയരത്തിലാണ്. അവിടെ നിന്നും ചുരം പോലുള്ളതായ ഒരു 5-8 കിലോമീറ്റർ അല്ല, പക്ഷെ ഇതെല്ലാം പോയെങ്കിൽ പഠിച്ചിട്ടല്ലേ, ഇതൊക്കെ പഠിച്ചും ഇതിന്റെ പാരിസ്ഥിതികാഘാത പഠനവും ഒക്കെ നടത്തിയല്ലേ ശ്രീ ബാദുഷ ഇതിനൊരു അനുവാദം കൊടുത്തത്, അനുമതി കിട്ടിയത്? അത് കേന്ദ്രത്തിൽ നിന്നാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നോക്കിയിട്ടല്ലേ? ഇത് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള മേഖലയാണ്. പൊതുവേ ഈ മേഖല അങ്ങനെയാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എൻട്രൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടി ഫ്രജൈലാണ് നമുക്കറിയാം. ഇതൊക്കെ പരിശോധിച്ചിട്ടും പഠനം നടത്തിയിട്ടുമാണല്ലോ. അല്ല, അനുമതി കിട്ടി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കൊടുത്ത അനുമതിയും DPR-ഉം പറയുന്ന കാര്യങ്ങളിൽ തന്നെ സംശയമുണ്ട്. അത് തന്നെ ഒരു കോടതിയിലോ ഒരു എക്സ്പെർട്സിന്റെ മുമ്പിലോ അവതരിപ്പിച്ചാൽ ഈ ചുരം പാത തള്ളിക്കളയാവുന്ന നിരവധി വാദങ്ങൾ. ആനകളുടെ പാസേജാണ്, ഇക്കോളജിക്കലി ഫ്രജൈൽ ഏരിയ ആണ്, പിന്നെ നദികളുടെ പ്രഭവ കേന്ദ്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ തുരങ്കം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാലോ 8.5 കിലോമീറ്റർ ഉള്ളതായ തുരങ്കത്തിൽ നിന്നും പിന്നെ ഒരു അപകടം ഉണ്ടായാൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ പിന്നെ ചില മാർഗങ്ങൾ വേണ്ടേ? ഇതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8.7 കിലോമീറ്റർ നീളം, 10 മീറ്റർ വീതി, 1643 കോടി ചെലവ്. അത് അന്നാണ് 1500. ഇപ്പോൾ ഈ 2500 ആയിട്ടുണ്ടാവും. അന്നാണ് ഇപ്പോൾ പുതിയ ഇത് കണക്ക് വന്നിട്ട്. ഏതായാലും 700 മീറ്ററിന്റെ സമുദ്രനിരപ്പിലൂടെ കടന്നു പോകുന്ന റോട്ടിൽ നിന്നും നമ്മുടെ കള്ളാടിയുടെയും പിന്നെ അതുപോലെ നാണക്കാമ്പൊയിലിന്റെയും ഇടയിലുള്ള ആ മരനിരകളുടെ ടോപ്പിലേക്ക് 2400 മീറ്റർ ഉയരമുണ്ട്. ഒരു അപകടം ഉണ്ടായാൽ 2400 മീറ്റർ ഉയരത്തിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ളതായ പിന്നെ ഓക്സിജൻ കടന്നു വരാനുള്ളതായ വാതായനങ്ങൾ ഉണ്ടാവണം. അവരെ എസ്കേപ്പ് ചെയ്യാനുള്ളതായ എലിവേറ്ററുകൾ ഉണ്ടാവണം. പല ടെക്നിക്കുകളും വേണം. പിന്നെ ആനകൾക്കും വന്യജീവികൾക്കും ഇതിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയാൽ പുറത്തു വരാനുള്ളതായ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഇതെല്ലാം കൂടി കിട്ടാൽ തന്നെ ഇത് ഒരിക്കലും യോജിക്കാവുന്നതല്ല. ഈ പറയുന്ന രീതിയിലുള്ളതായ ഡെപ്ത് ആയുള്ള പഠനം നടന്നിട്ടില്ല. ഇവിടുത്തെ എക്സ്പെർട്സുകളെ കൊണ്ടുള്ളതായ ഒരു പഠനവും ഈ കാര്യത്തിൽ നടന്നിട്ടില്ല. അതാണ് താങ്കൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. ശ്രീ ശശീന്ദ്രൻ, ഇപ്പൊ നേരത്തെ രണ്ടുപേരും ചില ബദൽ നിർദ്ദേശങ്ങൾ, ബദൽ പാത ഉൾപ്പെടെയുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് ചിന്തിക്കാത്തത്? ഇപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്ക് ചിന്തിക്കാം. അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതുമല്ല എന്നിവർ രണ്ടുപേരും പറയുകയാണ്. എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നില്ല? ഇപ്പോൾ അത് അങ്ങനെ ഒരു ബദൽ പാതയാണ് അവിടെ അനിവാര്യം, മറ്റു പല ഘടകങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ അതല്ലേ നോക്കേണ്ടത്? മറ്റൊന്ന്, പഠനം നടന്നു എന്ന് പറയുമ്പോഴും ആ തരത്തിലേക്കുള്ള പഠനം നടന്നിട്ടില്ല എന്നാണ് ശ്രീ ബാദുഷ പറയുന്നത്. ഈ രണ്ട് കാര്യത്തിലുള്ള താങ്കളുടെ അഭിപ്രായം, ശ്രീ CK ശശീന്ദ്രൻ? ബദൽ പാതകളെ സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിന് ശരിയായ കാഴ്ചപ്പാടുണ്ട്. ശ്രീ ഷംസാദ് മരക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പടിഞ്ഞാറത്തറ പൂഴിത്തോട് എത്രയോ കാലങ്ങൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന K. കരുണാകരൻ അദ്ദേഹം ജീവിച്ചിരിപ്പോൾ തറക്കല്ലിട്ടതാണ്. പക്ഷേ അതിൻ്റെ നടപടികൾ പലവിധ കാരണങ്ങളാൽ വൈകിപ്പോയി. ഈ ഗവൺമെൻറ് ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ എല്ലാം അതിശക്തമായ അതിൽ പിന്നെ ഈ ഷംസാദ് മരക്കാരുടെ ആവശ്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് യോജിച്ച് നിൽക്കുകയാണ് അക്കാര്യത്തിൽ. എല്ലാവരും സ്ഥലം MLA ഉണ്ട്. എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും മറ്റും തയ്യാറാക്കാനും പ്രോജക്റ്റുകൾ തയ്യാറാക്കാനും ആവശ്യമായ പണം തന്നെ അനുവദിച്ചിരിക്കുകയാണ്. മറ്റ് ചുരം ബദൽ റോഡുകളെക്കുറിച്ചെല്ലാം, ബദൽ റോഡുകൾ എന്ന് പറയുന്നത് എല്ലാം ഉൾപ്പെടുന്ന ഞാൻ പറയുന്നത്. ഞാൻ ഈ തുരങ്കപാത മാത്രമാണ് ബദൽ റോഡെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാം കൂടി ചേർന്നതാണ്. അങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ വയനാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. കുറച്ച് എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കാൻ കഴിയുക, അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ണു അടച്ചിട്ട് നടപ്പാക്കുന്നതല്ലോ. അത് വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി തന്നെ ഒരു ക്ലിയറൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം, കേന്ദ്ര ഗവൺമെൻറ് അനുവാദം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി വകുപ്പിൻ്റെ അനുവാദം എന്നാണ്. പരിസ്ഥിതി വകുപ്പിൻ്റെ അനുവാദം എന്താണ്?
നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതി ആഘാതം ഉണ്ടാകുമോ, ജനങ്ങൾക്ക് ദോഷം ഉണ്ടാകുമോ, പരിസ്ഥിതി തന്നെ തകർച്ച ഉണ്ടാകുമോ, എല്ലാ പഠനവും നടത്തിയിട്ടാണല്ലോ അത് തരിക. നിലവിൽ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങളെ മറികടന്നുകൊണ്ടോ അതിനെ ലഘൂകരിച്ചുകൊണ്ടോ അതിനകത്ത് വെള്ളം ചേർത്തുകൊണ്ടോ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും എതിർക്കേണ്ടതാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാനിപ്പോൾ നാളെ തന്നെ വരണം എന്നുള്ള അർത്ഥത്തിലല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. സമയമൊക്കെ എടുക്കും. പിന്നെ ബാദുഷ ഒക്കെ നേരത്തെ ഈ പരിപാടി ഇപ്പോൾ അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ പരിപാടിയോട് അവരുടേതായ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചരിത്രം തെളിയിക്കേണ്ട കാര്യമാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ ചരിത്രത്തിന് വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരാൾക്കൊരു അഭിപ്രായം ഉണ്ട്, അഭിപ്രായം 100% തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ജനാധിപത്യ സമൂഹത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. ഇപ്പോൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ചൂരൽമല ഒരിക്കലും ഇങ്ങനെയുള്ള ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണ് എന്ന തരത്തിലേക്കല്ല ചൂരൽമലയെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നത്. മറ്റു മേഖലകളൊക്കെ അങ്ങനെയാണെന്ന് നമുക്കറിയാമായിരുന്നെങ്കിലും ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ധാരണ. ആ ധാരണ തെറ്റിപ്പോയില്ലേ? മാത്രമല്ല, ഇതിനു മുൻപുണ്ടായിരുന്ന രീതിയിലല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെയാണ്. വളരെ പെട്ടെന്ന് കനത്ത മഴ കുറച്ച് സമയം നിന്ന് പെയ്യും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കാലാവസ്ഥയല്ല. കാലാവസ്ഥാ മാറ്റം എന്നുള്ളത് ആഗോള വ്യാപകമായി ഉണ്ടായിട്ടുണ്ട് എന്നത് താങ്കൾക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് ദുർബലമായിരിക്കുന്ന മേഖലകൾ, പശ്ചിമഘട്ടം ഒക്കെയുള്ള മലനിരകളൊക്കെയുള്ള ഇടങ്ങളിൽ ഇത്തരം വികസന പ്രവൃത്തികൾ അത് ഏത് തരത്തിലേക്കാണ് ജനങ്ങളെ ബാധിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഇവിടുത്തെ വിഷയം. മറ്റ് ലോകത്ത് പലയിടങ്ങളിലും തുരങ്കമുണ്ട്, അതൊന്നും ദുരന്തത്തിന് കാരണമാകുന്നില്ല എന്ന് പറഞ്ഞതിനെ സാമാന്യവത്കരിക്കുന്നത് ശരിയാണോ ശ്രീ CK ശശീന്ദ്രൻ? അല്ല, നിങ്ങൾ എന്തിനാ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് വിശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. അതാണ് വിഷയം. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ, അത് നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നതിന് പകരം ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതി ഒരു ശരിയായ രീതിയല്ല. കാലാവസ്ഥാ വ്യതിയാനം വയനാടും ലോകത്തിൻ്റെയൊക്കെ പുതിയ വിഷയങ്ങളാണ്. അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. പിന്നെ ചൂരൽമല പ്രദേശത്തിൽപ്പെട്ടതെല്ലാം നമുക്ക് പറയാൻ കഴിയില്ല. പുത്തുമലയ്ക്കടുത്തും മുണ്ടക്കൈൻ്റെയും പിന്നെ ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഫലം വയനാടിൻ്റെ എല്ലാ മേഖലയും അതാണ്. ഇപ്പോൾ പേരിയ ചുരത്തൊക്കെ പറഞ്ഞു. പേരിയയിൽ കഴിഞ്ഞ 2018 ഉരുൾപൊട്ടിയിട്ട് മരണങ്ങളുണ്ടായല്ലോ. ഇനി പടിഞ്ഞാറത്തറ പൂഴത്തോട് പറഞ്ഞു. അവിടെ പിന്നെ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഞങ്ങളെല്ലാം യുവജനരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അവിടെയും ആളുകൾ മരിച്ചല്ലോ. വയനാടിൻ്റെ എല്ലാ ഭാഗത്തും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണുക? അതിനെ നിസ്സാരവൽക്കരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നേ ഇല്ല. അത് ഗൗരവത്തിലെടുത്ത് പുതിയ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ അതിതീവ്ര മഴയുണ്ട്, വരൾച്ചയുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സർവ്വദേശീയ കാരണങ്ങളുണ്ട്, ദേശീയ കാരണങ്ങളുണ്ട്, പ്രാദേശിക കാരണങ്ങളുണ്ട്. എല്ലാം കൂടി ചേരുന്നതാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇടയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ഇവിടെ ശ്രീ ബാദുഷ സൂചിപ്പിച്ച പോലെ അന്തിമാനുമതി ലഭിച്ചിട്ടില്ല. അതിൻ്റെ അതിൻ്റെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യാഘാത പഠനം നടത്തി ഒരു ക്ലിയറൻസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുമല്ലോ. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കൂലേ? കേരളത്തിലെ ഗവൺമെൻറ്റും ഇത്തരം ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുമല്ലോ. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കി ലഭ്യമാക്കേണ്ടുന്ന നടപ്പിലാക്കേണ്ടുന്ന പദ്ധതികളിൽ ഒന്നാണത്. അത് മാത്രമേ ഉള്ളൂ എന്നുള്ള വാദഗതി ഞങ്ങൾക്കാർക്കും ഇല്ല, ഞങ്ങളാരും ഉന്നയിക്കുന്നുമില്ല. ഗവൺമെൻറ്റും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമേ ഉള്ളൂ, വേറെ ബദൽപാതകളൊന്നുമില്ല. വയനാട് വളരെ പരിസ്ഥിതി ലോല മേഖലകളിൽ കിടക്കുന്ന ഒരു ജില്ലയാണ്. എല്ലാ മേഖലകളിലും ഈ പ്രശ്നങ്ങൾ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാനന്തവാടി, കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിൽ കുറേയും കൂടി കൂടുതലാണ്. ബത്തേരിയിൽ അത്രത്തോളം ഇല്ലയെന്ന് മാത്രമേ പറയാൻ കഴിയൂ. തീരെ ഇല്ലയെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. എല്ലാ പ്രശ്നങ്ങളിലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെയും കൂടി അതിജീവിക്കാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും എങ്ങനെയാണെന്ന് ആധുനിക ലോകം ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ലോകാനുഭവങ്ങൾ നമുക്ക് മാതൃകയായിട്ട് എടുക്കേണ്ടി വരും. എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എടുക്കേണ്ടി വരും. ഇവിടുന്ന് ആളുകൾക്ക് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ താമസിക്കണം. ഇവിടെ താമസിക്കുന്നതനുസരിച്ച് അവർക്ക് മറ്റ് പ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന വികസന പ്രവർത്തനങ്ങൾ ലഭ്യമാകണം. അത് അവരുടെ ജീവിതത്തെ ബാധിക്കാതെ വേണം. കാരണം നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ശരിയായൊരു വിമർശനമുണ്ട്. വികസനമൊക്കെ വന്നാൽ അത് അനുഭവിക്കാൻ ജനങ്ങൾ വേണമല്ലോ. ജനങ്ങളില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നല്ലപോലെ പരിശോധിച്ച് അതെല്ലാം അന്തിമ റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അതും കൂടി മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയണം. അതിനനുസരിച്ച് ജനജീവിതം ഉറപ്പാക്കുന്ന, ജനജീവിതം സ്തംഭിക്കാത്ത രീതിയിൽ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു അതാണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് രത്നച്ചുരുക്കം അതാണ്. ആ അടിസ്ഥാനത്തിലല്ലേ കാര്യങ്ങൾ എടുക്കേണ്ടതുള്ളൂ. ഒന്നും വേണ്ട. ഇപ്പോൾ വയനാട്ടിൽ ഏത് ബദൽ റോഡ് വന്നാലും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരും കുറേയൊക്കെ.
അതിനെക്കുറിച്ച് കുറച്ചും കൂടി വ്യത്യസ്തമാണ് തുരങ്കപാത. ഞാൻ അതിനെ രണ്ടിനെയും തുല്യമായി കണ്ടു, ലഘൂകരിച്ച് കണ്ടു എന്നുള്ള ആക്ഷേപമൊന്നും വേണ്ട, വിമർശനമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ഇതൊക്കെയുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ ഈ വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഇന്നിപ്പം വന്ന ഒരു വാർത്ത കണ്ടിരിക്കുന്നത് നമുക്ക് ഹോം സ്റ്റേകളാവാം, റിസോർട്ടുകൾ വേണ്ട. അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഹോം സ്റ്റേയും റിസോർട്ടുകളും നമ്മൾ വ്യത്യാസമുണ്ടെന്ന് നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ കുറച്ച് നേരത്തെ വാർത്ത വായിക്കുന്നത്. അതൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. വയനാട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് പരിസ്ഥിതി ആഘാത അനുഭവിക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. അവിടെ വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലേക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നും കൂടി ആലോചിക്കും. പൂർണ്ണമായിട്ടും ഒന്നും വേണ്ട എന്നുള്ള കേവല നിഷേധത്തോട് നമുക്ക് യോജിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ കണ്ണുമടച്ചെല്ലാം വേണമെന്ന് പറയുന്ന സമീപനത്തോട് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ആ ഒരു നില തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്. അതെ, ഇപ്പൊ നമ്മുടെ ചോദ്യം ഇത് ഈ ഒരു അപകടം കൂടി ഉണ്ടായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിൽ കുറെ കൂടി ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് സർക്കാർ കടക്കുമോ, ഒരു പുനരാലോചനയ്ക്ക്, പുനർവിചിന്തനത്തിന് സർക്കാർ തയ്യാറാകുമോ, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നൊരു അഭിപ്രായം സർക്കാരിനുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ തുടക്കം മുതൽ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശശീന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ സംഷാദ്, ഇപ്പോൾ നമുക്കറിയാം സിൽക്കാര തുരങ്കത്തിൽ ഉത്തരകാശിയിലുണ്ടായ അപകടം, അത് എത്രത്തോളം വലിയൊരു അപകടമാണ്. പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു, കുറേ തൊഴിലാളികൾ അകപ്പെടുന്നു. പിന്നീട് ഭാഗ്യം അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയാം, ആ തരത്തിലേക്കാണ് നമ്മൾ ആ തൊഴിലാളികളെയൊക്കെ രക്ഷിച്ചെടുത്തത്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ അത് വേറെയുമുണ്ട്. ഇതൊക്കെ മണ്ണിടിച്ചിൽ പ്രതിരോധിക്കുന്ന തരത്തിലേക്കാകുമോ ഇതിൻ്റെ നിർമ്മാണം എന്നൊക്കെയുള്ള ചോദ്യം. കൂടാതെ ഈ പരിസ്ഥിതി പഠനം, ഇപ്പോൾ പരിസ്ഥിതിക ആഘാത പഠനം, അതെങ്ങനെയാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അറിവ് എന്താണ്? ആ കൃത്യമായി എന്താണ് ഇതിൻ്റെ ആഘാതം എന്നതൊക്കെ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെയാണോ ഇതിലേക്ക് കടന്നിട്ടുള്ളത്? നിലവിൽ ഇതിൻ്റെ ടെൻഡർ നടപടികൾ ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കൂടാതെ ഭൂമി ഏറ്റെടുക്കൽ, അത് കോഴിക്കോടും വയനാടും ഒക്കെ അതിൻ്റെ പ്രക്രിയകളൊക്കെ നടന്നു പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെല്ലാം അതിൻ്റേതായ രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഫ്രജൈൽ ഏരിയ ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ, ആഴത്തിലുള്ള പഠനത്തിന് ശേഷം തന്നെയാണോ ഇതിലേക്ക് കടന്നിട്ടുള്ളത്? ഇതിനകത്ത് ഇപ്പോൾ സി കെ ശശീന്ദ്രൻ അവറുകൾ പറഞ്ഞതുപോലെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമല്ല. ഇത് പരിസ്ഥിതിയെ കേവലം ഒരു പരിസ്ഥിതിവാദത്തിന് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് അല്ല. പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനോടൊപ്പം മനുഷ്യന്റെ ജീവനെ, അവന്റെ സ്വത്തിനെയും ഇത് ബാധിക്കുന്നുണ്ടെങ്കിലാണ് ഇത് കൂടുതൽ അപകടകരമാവുന്ന സ്ഥിതി എന്ന് പറയുന്നത്. പുത്തുമല ദുരന്തത്തിന് ശേഷമാണ് ഇതിനുള്ള ക്ലിയറൻസ് കിട്ടിയത്, യാഥാർത്ഥ്യമാണ്. പക്ഷെ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുടെ ഫസ്റ്റത്തെ കമന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നാണ്. കാരണം അവിടെ കോറിയിങ് ഉണ്ട്, കയ്യേറ്റമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് കോറിയിങ്ങും ഇല്ല, ഈ പഞ്ചായത്തിൽ തന്നെ കോറിയില്ല, അവിടെ ആരും കയ്യേറിയിട്ടുമില്ല എന്നുള്ളതാണ്. ഇതൊന്നും ചെയ്യാതെയാണ് നമുക്കിപ്പോൾ മുണ്ടക്കൈയിൽ ഏറ്റവും ഭീകരമായ അവസ്ഥ നമ്മൾ ഉണ്ടായത്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് കള്ളാടിക്കപ്പുറത്ത് വലിയ പാറ തുരക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എത്രത്തോളം പ്രത്യാഘാതം ഈ മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ളൊരു കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടത് സർക്കാരാണ്. ഇനി അനുജ് ചോദിച്ചതുപോലെ പൊതുജനാഭിപ്രായം ഈ കാര്യത്തിലൊക്കെ ആരാഞ്ഞിട്ടുണ്ടോ ശ്രീ സംഷാദ്? ഞാൻ അതാണ് പറഞ്ഞത്, ഇതിനകത്ത് ഇത് ഒരു സർക്കാർ പദ്ധതിയായി വരികയും ആ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അനുമതികൾ സർക്കാർ തേടുകയും അതിൻ്റെ പണം സർക്കാർ വകയിരുത്തുകയും ചെയ്യുന്ന രീതിയിലാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു വലിയ ചർച്ചയോ ഒന്നും നടന്നതായി എനിക്ക് യാതൊരുവിധ അറിവുമില്ല. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയാണ് തോന്നുന്നു മുൻ മാസം വരുന്നതിന് തൊട്ട് മുൻപാണ് ഇതിൻ്റെ തറക്കല്ലിടൽ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് നടക്കുന്നത്. ഒന്നാം മേപ്പാടി ഭാഗത്തും ഒന്ന് ആനക്കാമ്പൊയിൽ ഭാഗത്തും. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് ഇത് ഒഫീഷ്യലി ഇതിന്റെ ലെറ്ററുകൾ സർക്കാർ പദ്ധതി എങ്ങനെയാണോ നടപ്പാക്കുക അതിനകത്തൊരു ഡിസ്കഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് താങ്കൾക്കും അറിയാലോ. ഇപ്പോൾ നമ്മളൊരു റോഡിന്റെ ഡെവലപ്മെന്റ്സ് ആണെങ്കിൽ ആ റോഡ് വിഡ്ത്ത് എത്രയാണെന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു, ഭൂമി അക്യൂർ ചെയ്യുന്നു, അത് ടെൻഡർ ചെയ്യുന്നു, നടപടിയെടുക്കുന്നു. ഇതേ പ്രോസസ്സാണ് തുരങ്കപാതയ്ക്ക് നടക്കുന്നത്. പിന്നെ അതിനകത്ത് പാരിസ്ഥിതിക അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്ഥലത്തേക്ക് ഇപ്പം ഇതിനകത്ത് പറയപ്പെടുന്ന കാരണങ്ങൾ വളരെ പെട്ടെന്ന് കോഴിക്കോടേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം അനുജയുടെ 24-ന് ഒരുപാട് ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. കൽപ്പറ്റയിൽ നിന്നും ഈ തുരങ്കം തുടങ്ങുന്ന സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അവരോട് ചോദിച്ചാൽ മതി. ആ കിലോമീറ്റർ കൊണ്ട് കൽപ്പറ്റയിൽ നിന്നുള്ള ഒരാൾക്ക് ചുരത്തിൻ്റെ ലക്കിടി പാസ് ചെയ്യാൻ പറ്റും. അപ്പം ലക്കിടിയിലേക്കുള്ള ഒരേ ദൂരമാണ് കൽപ്പറ്റയിൽ നിന്നും ഈ ദുരന്തത്തിൻ്റെ വേഗം. പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത, ഇപ്പം മേപ്പാടിയിൽ നിന്നും ചൂരൽമലയ്ക്ക് പോകുന്ന റോഡ് ഒരുപാട് കാലമായി ഭൂമി വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഡെവലപ്മെന്റ്സ് നടക്കാതെ കിഫ്ബി ഫണ്ട് ലാപ്സായി മീറ്റിംഗ് നടത്തി ആളുകൾ സമരം ചെയ്ത് ഇപ്പോൾ റോഡ് പണി തുടങ്ങാൻ പോകുന്ന റോഡാണ്.
അപ്പോൾ ഈ പറയുന്ന അത്ര വലിപ്പത്തിലാണ് ഇനി റോഡ് ഉണ്ടായി വരുമൊന്നുമില്ല. 2 വലിയ തുരങ്കത്തെ അതിജീവി പോകാനുള്ള ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത റോഡൊന്നുമല്ല വരാൻ പോകുന്നത്. നോർമൽ വിഡ്ത്തുള്ള ഒരു റോഡ് മാത്രം ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ, അതുപോലും പൂർത്തിയായിട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഈ തുരങ്കപാതയിലേക്ക് എത്തുന്നേക്കാൾ വേഗതയിൽ എനിക്ക് ചുരത്തിലെത്താൻ പറ്റും. അപ്പം ഞാൻ ഏത് ചൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, 2 ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് ഒരു വാദമുണ്ട്. ടൂറിസ്റ്റുകൾ കൂടുതലായി വരും. ഇപ്പൊ കുതിരാൻ തുരങ്കം വന്നിട്ടുണ്ട് നമുക്ക്. അത് വന്നതുകൊണ്ട് ആ മേഖലയിൽ ടൂറിസത്തിൽ എന്തെങ്കിലും മാറ്റം നടത്തുന്നുണ്ടോ എന്ന് സർക്കാർ ഒന്ന് പരിശോധിക്കണം. വയനാട്ടിലേക്ക് ആളുകൾ കാണാൻ വരുന്നത് വയനാട്ടിലെ ചുരവും കാലാവസ്ഥയും പുഴയും കൾച്ചറുമാണ്. അവർ തുരങ്കപാത കാണാൻ വരിക എന്ന് പറയുന്ന ഒരു ടൂറിസം കേന്ദ്രം. ഇനി അങ്ങനെ ഒരു തുരങ്കപാതയിലേക്ക് ഒരു 8 കിലോമീറ്റർ തുരങ്കത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് കൊണ്ട് ആളുകൾ ഇടിച്ച് വയനാട്ടിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനകത്ത് വണ്ടി നിർത്താൻ പറ്റുമോ, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നമ്മളൊരു തുരങ്കപാതയിൽ കൂടി ഇപ്പോൾ അടൽ ടണൽ ഉണ്ട്. അടൽ ടണൽ എന്ന് മാത്രം കാണാൻ വേണ്ടി നമ്മളാരും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ ടൂറിസത്തിന്റെ ഭാഗമായി ചിലപ്പോൾ അടൽ ടണൽ കണ്ടെന്നവരാവും. അല്ല, ടൂറിസം എന്ന് പറയുമ്പോൾ ശ്രീ സംഷാദ്, ഇപ്പോൾ ഇതിൽ ഈ വയനാട് താമരശ്ശേരി ചുരത്തിലുള്ള ഗതാഗത കുരുക്കിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അത് ഒഴിവായി കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണല്ലോ ഇതപ്പോ. അത് കൂടുതൽ ഇപ്പൊ ഇത് ജനങ്ങൾക്ക് മനം പഠിപ്പിക്കുന്നതാണ്, ഇത്തരം ബ്ലോക്കിൽ കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മൾ ബ്ലോക്കിൽ കിടന്നു പോകുമെന്നൊരു മനോഭാവം ഇതിൽ ആളുകൾക്കുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഒഴിയുകയാണ്. കൂടാതെ കുറച്ച് അകലം ദൂരവ്യത്യാസം വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ടൂറിസത്തെ ഗുണം ചെയ്യുന്ന കാര്യമാകില്ലേ ടൂറിസത്തിന്? അല്ല, ഞാൻ ഈ ടൂറിസം എന്നതിനേക്കാൾ ഉപരി വയനാട്ടുകാരുടെ യാത്രയിൽ ഈ ട്രാഫിക് ബ്ലോക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്. കാരണം എപ്പോഴും ഞാനാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നത് വയനാട്ടിലേക്ക് വരുന്ന ആളുകൾക്കുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് പറയാറുണ്ട്, ടൂറിസ്റ്റുകളെ കുറിച്ച് പറയാറുണ്ട്. എല്ലാവരും കൂടി വയനാട്ടിൽ നിന്ന് നിരവധി ആളുകൾ താഴേക്ക് പോകുന്നവർ ഇതിൽ പെടുന്നുണ്ട്. ആശുപത്രിയിൽ പോകുന്ന ആളുകളും ക്യാൻസർ ആശുപത്രി പോകുന്നവരും റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ഇതിലൊക്കെ പോകുന്നത് ഈ താമരശ്ശേരി ചുരത്തിലൂടെയല്ലേ? അപ്പൊ ഈ ബ്ലോക്ക് എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ സംശയം? അതെ, യെസ്. അല്ല അത് പറയാം. ആ ബ്ലോക്കിനെ പരിഹരിക്കാൻ നമുക്ക് ഇപ്പോൾ ലക്കിടി മുതൽ മുത്തങ്ങ വരെയുടെ റോഡ് വൈഡനിങ് നമുക്ക് പാസ്സായതാണ്. ചുരത്തിന്റെ താഴ്ഭാഗം വരെയുള്ള റോഡ് വൈഡനിങ് നമുക്ക് പാസ്സായതാണ്, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി. ചുരത്തിലെ കൂടുതൽ ബ്ലോക്ക് വരുന്ന 3 വളവുകൾ, ഹെയർപിൻ ബെൻഡുകളിൽ വികസനം നടത്തുന്നതിന് ഇനി ഭൂമി വിട്ടു നൽകിയതാണ്. നമുക്ക് അതൊന്ന് ചെയ്തു നോക്കിക്കൂടെ? 2500 കോടി രൂപ മുടക്കി നമ്മൾ തുരങ്കപാത ഉണ്ടാക്കി ട്രാഫിക് ബ്ലോക്ക് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് അനുവദിച്ച സ്ഥലത്ത് അതിനത്ര പണം ഇല്ലാതെ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് ട്രാഫിക് ബ്ലോക്ക് കുറയുന്നുണ്ടോ നോക്കാലോ. ആ ഒരു ശ്രമം സർക്കാർ ചെയ്യാലോ. അപ്പോൾ അതിലും ഭൂമി ഏറ്റെടുക്കൽ. ഇപ്പോൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയുടെ പ്രൊജക്ട് ഹെഡ് ആയിരുന്ന ആളാണ് ഇപ്പം നമ്മളുടെ ഈ പ്രൊജക്ട് ഹെഡ്, ഈ റോഡിന്റെ പ്രൊജക്ട് ഹെഡ്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് 4 വരി പാതയാക്കാമെന്നാണ്. 2 വരിയാണ് ഇപ്പോൾ ഉള്ളത്, അത് 4 വരി എങ്ങനെ ആക്കാൻ പറ്റുമെന്നാണ് പുള്ളി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ആ രീതിയിലേക്ക് ഈ റോഡിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി 2 വരി ആണെങ്കിലും ഏറ്റവും നന്നായി ചെയ്യാൻ. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കും, ശരിയാണ്. പക്ഷെ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെയും ഒരു പാരിസ്ഥിതികമായുള്ള പ്രത്യേകതയുണ്ട്. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ പോകരുത് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, നമ്മൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഏത് ബദൽപാത എടുത്താലും അവിടെയൊക്കെ പരിസ്ഥിതിയുടെ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, അതൊക്കെ റോഡാണ്. ആ റോഡ് നിലവിലുള്ളതാണ്, അതിന്റെ വൈഡനിങ്, അതിന്റെ ഡെവലപ്മെന്റ്സ് ആണ്. ഇപ്പൊ പടിഞ്ഞാറത്തറ പൂഴിത്തോടിൽ ഏറ്റവും കുറവ് ഫോറസ്റ്റിലൂടെ പോകേണ്ട റോഡാണ് നമ്മൾ ബദൽപാത പറയുന്നത്. പക്ഷെ ഇതല്ല, 8 കിലോമീറ്റർ തുരക്കുക എന്ന് പറയുന്നത് ഇത്തിരി സങ്കീർണമായ കാര്യമാണ്. അതെ, അത് മാത്രമല്ല ഇതിലിപ്പോൾ ഒരു 61% വനഭൂമിയാണ് എന്നൊക്കെ തരത്തിലുള്ള കണക്കുകൾ. അതൊരു പക്ഷേ ശ്രീ ബാദുഷയ്ക്ക് അതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. ഞാൻ തിരികെ ചർച്ചയിലേക്ക്. ശ്രീ ബാദുഷ, ഇപ്പോൾ ഇതിൽ ഈ മേഖല 61% വനഭൂമി ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കണക്കുകളുണ്ട്. താങ്കൾക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം വനവിസ്തൃതി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കൂടുതൽ വനം വെട്ടി നശിപ്പിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ വെറുമൊരു പരിസ്ഥിതി പഠനം അല്ലെങ്കിൽ പരിസ്ഥിതിയോടുള്ള താല്പര്യം എന്നതിനപ്പുറത്തേക്ക് നേരത്തെ സംഷാദും അതുപോലെ തന്നെ ശ്രീ ശശീന്ദ്രനും ഒക്കെ പറഞ്ഞതുപോലെ ജനങ്ങളെ അത് ഏത് തരത്തിലേക്കാണ് ബാധിക്കുന്നത് എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ഇത് ഈ തരത്തിലേക്ക് ഇത് മുന്നോട്ട് പോകുന്നതിൽ ഈ ദുരന്തം കൂടി ഒരു വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു മുന്നറിയിപ്പ് കൂടി ആയി മാറി നിൽക്കുകയല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഇനി നടത്തേണ്ടുന്ന പഠനം എങ്ങനെയായിരിക്കണം? ഇതിനോടകം തന്നെ എനിക്ക് തോന്നുന്നു 12 മാസത്തെ സമഗ്ര പാരിസ്ഥിതികാഘാത പഠനമൊക്കെ നടത്തിയിട്ടാണ് അത് 2023 ജൂലൈയിൽ പൂർത്തിയാക്കുകയും പിന്നീട് അപ്രൈസൽ കമ്മിറ്റി ഇത് ഈ ടണൽ സൈറ്റ് പരിശോധനയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള രേഖകളും കണക്കുകളും ഒക്കെ മന്ത്രി അടക്കം നിയമസഭയിൽ പറഞ്ഞതുമാണ്. അപ്പോൾ ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ആഴത്തിൽ വേണം എന്നല്ലേ അത് പറയുന്നത്? ചുരുക്കി താങ്കളുടെ അഭിപ്രായം.
അപ്രീസിയൽ കമ്മിറ്റി നടത്തിയിട്ടുള്ള പാരിസ്ഥിതിക ആഘാത പഠനം അത് പൂർണ്ണമല്ല, അത് സമഗ്രമല്ല. ഒന്നാമതാണ് മനസ്സിലാക്കുന്നത്. രണ്ട്, നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ പശ്ചിമഘട്ടത്തെ കുറിച്ച് നമ്മൾ കാണണം. പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിന്റെയോ അതല്ലെങ്കിൽ തമിഴ്നാടിന്റെയോ മാത്രമല്ല, നമ്മുടെ തെക്കേ ഇന്ത്യയുടെ 45 കോടി ജനങ്ങളുടെ ലൈഫ് ലൈനാണ്. അതൊരു വാട്ടർ ടവറാണ്. അവിടുത്തെ സസ്യജന്തുജാലങ്ങൾ അമൂല്യമാണ്. അത് നഷ്ടപ്പെടാൻ പാടില്ല. അതിലേറ്റവും സെൻസിറ്റീവായുള്ള പ്രദേശമാണ് നമ്മുടെ ചേമ്പ്ര മലനിരകൾ. അതിന്റെ കണ്ണായ പ്രദേശത്താണ് ഈ ടണൽ കടന്നു പോകുന്നത്. ഈ ടണൽ കടന്നു പോകുന്നതിന്റെ ഭൂരിപക്ഷം സ്ഥലം പിന്നെ വനം തന്നെയാണ്. വനം നിബിഡമായ മലകളുടെ അടിയിലൂടെയുള്ളതായ തുരങ്കത്തിലൂടെയാണ് തുരങ്കം കടന്നു പോകുന്നത്. അതില് ഇവര് പറയുന്ന 65% കഴിഞ്ഞിട്ടുള്ള ബാക്കി 35% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ശരിയാണോ എന്ന് എനിക്ക് പിന്നെ കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് പരിശോധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ടൂറിസം ഇനി വയനാട്ടിൽ വികസിക്കേണ്ടതുണ്ടോ? എന്റെ ഈ കൂട്ടത്തിലിരിക്കുന്ന സഖാവ് ശശീന്ദ്രനും സംസാദ് മരക്കാരും വയനാട്ടുകാരാണ്. വയനാടിന്റെ പ്രശ്നങ്ങളെ കുറിച്ചോ വയനാടിന്റെ പരിസ്ഥിതിയെ കുറിച്ച് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാവുന്നവരും അതിനോട് സഹാനുഭൂതി കാണിക്കുന്നവരുമാണ്. അസഹിഷ്ണുത ഇല്ലാത്തവരും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമുക്കിനി വയനാട്ടിൽ വേണ്ടത് ക്വാളിറ്റിയുള്ള ടൂറിസം അല്ലേ? അല്ലാതെ ജനങ്ങൾ ഇങ്ങനെ കണ്ടമാനം ഒഴുകി വന്ന് വയനാടിന്റെ ജൈവ വൈവിധ്യത്തെയും വയനാടിന്റെ വെള്ളത്തെയും വയനാടിന്റെ ആദിമവാസികളുടെ ജീവിതത്തെയും തകർക്കുന്നതാണോ? അതാണ് എനിക്കൊരു ചോദ്യം. രണ്ട്, താമരശ്ശേരി ചുരത്തിലെ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന്റെ മുഖ്യ കാരണം ഒഴിവു ദിവസങ്ങളാണ്. ഒഴിവു ദിവസങ്ങളിൽ ചുരം കാണാനും ചുരത്തിൽ പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ കടന്നു പോകുന്ന മൾട്ടി ആക്സിൽ ബസ്സുകളും ലോറികളും ഉണ്ടാകുന്ന തടസ്സമാണ്. അത് കുറ്റ്യാടി ചുരം അല്ലെങ്കിൽ ബക്രംതളം ചുരം നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഈ വാഹനങ്ങൾ അതിലൂടെ തിരിച്ചു വിട്ടാൽ വരുന്ന ഒരു 100 വർഷത്തേക്ക് ഇവിടെ ഗതാഗത കുരുക്കുണ്ടാവില്ല. വയനാട്ടിൽ ടൂറിസത്തിന്റെ ഫ്ലോ ഒഴിവാക്കുകയാണ്. ടൂറിസം വികസനം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്കിണങ്ങുന്ന സസ്റ്റൈനായ നിലനിൽക്കുന്ന ഇവിടുത്തെ ആദിമവാസി ജനതയെയും കർഷകരെയും ഇവിടുത്തെ ജനങ്ങളെയും കണക്കിലെടുത്ത് അവരോട് സഹാനുഭൂതി കാണിക്കുന്ന ക്വാളിറ്റിയുള്ള ടൂറിസമാണ് വേണ്ടത്. ആ ടൂറിസത്തിന് ഈ ടണൽ ആവശ്യമില്ല. ശരി, അതാണ് നിലപാട്. അപ്പോൾ എന്താണ് ഇതിൽ സർക്കാർ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഏത് ഘടകങ്ങളൊക്കെ പരിഗണിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. വയനാട് ഇതിനോടകം തന്നെ ഇപ്പോൾ ഒരു ദുരന്തമുഖത്ത് ഈ മേഖലകളൊക്കെ നിൽക്കുന്ന അതിലൂടെ തന്നെ പോകുന്ന പാത എന്നുള്ളത് കൊണ്ടതാണ് അതിപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വികസനം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. പക്ഷേ ജനങ്ങൾ ഉണ്ടാകണമല്ലോ ഈ വികസനത്തിൻ്റെയൊക്കെ ഗുണഫലം അനുഭവിക്കാൻ, ഗുണഭോക്താക്കളാകാൻ. അതുതന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. വളരെ നന്ദി ശ്രീ സംഷാദ്, ശ്രീ ശശീന്ദ്രൻ, ശ്രീ ബാദുഷ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു.